ചങ്കുറപ്പോടെ നെഞ്ചു വിരിച്ചു നിന്ന് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മലയാളി പറയുകയാണ്, അവസാനത്തെ പുരോഗമന ചിന്താഗതിക്കാരനായ മനുഷ്യനും ഇടതുപക്ഷ ബോധമുള്ളവനും ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരിച്ചു വീഴുന്നത് വരെ ബിജെപിയെ ഞങ്ങൾ അടുപ്പിക്കില്ല, RSSന് ഞങ്ങൾ ചൂട്ടുപിടിക്കില്ല. തുടർഭരണം LDFന് ഉറപ്പാണ് എന്നുള്ള ചിന്തയാണ് എങ്ങും എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭരിക്കുന്ന സർക്കാരിനെതിരായി ജനവികാരമുണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ അത്തരം വികാരങ്ങളൊന്നും ഈ ഗവൺമെന്റിനെതിരായി ഇല്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്ന് ചുറ്റുവട്ടത്തേക്ക് കണ്ണോടിക്കുന്ന ഓരോരുത്തർക്കും ബോധ്യമാകും. ദുരിതങ്ങളിൽ കേരളത്തെ പതറാതെ സഖാവ് പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ അനിതരണ സാധാരണമായ നേതൃപാടവത്തിൻ്റെ ഉടമ കൂടിയായ മുഖ്യമന്ത്രി തേര് തെളിച്ച് മുന്നോട്ട് നടത്തി. സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാടുണ്ടായിരുന്നിട്ടും വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പുതിയ സംവിധാനം ഗവൺമെന്റ് കണ്ടെത്തി. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മളുടെ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടന്നത്. കേരളത്തെ ഒന്നായി കാണാൻ, കേരളത്തിലെ ജനങ്ങളെ ഒന്നായി കാണാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് മാത്രമേ സാധിക്കൂ എന്ന് കഴിഞ്ഞ 5 വർഷം ഓരോ മലയാളിയെയും ബോധ്യപ്പെടുത്തി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പട്ടിണിയിലും പരിവട്ടത്തിലുമായി പോകുമോ കേരളം എന്ന് ശങ്കിച്ച ഘട്ടത്തിലാണ് വലിപ്പ ചെറുപ്പം നോക്കാതെ, സാമ്പത്തികമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ 90 ലക്ഷം വരുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് സർക്കാർ തീരുമാനിച്ചത്. ഇന്ത്യയിലെന്നല്ല, ലോകത്തെവിടെയും സമാനമായ ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ ആർക്കും കഴിയില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് കോവിഡ് രോഗം വന്ന് രോഗമുക്തി ലഭിക്കുന്നതിന് പലർക്കും സ്വകാര്യ ആശുപത്രികളിൽ കൊടുക്കേണ്ടി വന്നത് എന്നുള്ള വാർത്തകൾ പത്രങ്ങളിൽ നമ്മൾ വായിച്ചു. നമ്മളുടെ നാട്ടിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് കോവിഡ് രോഗം പിടിപെട്ടു. സർക്കാരിന്റെ സംവിധാനത്തിന് കീഴിൽ ചികിത്സയിൽ ഒരാൾക്കും 10 പൈസ പോലും കൊടുക്കേണ്ടി വന്നില്ല. സ്വന്തം വീടുകളിൽ ക്വാറന്റൈൻ ഫെസിലിറ്റി ഇല്ല എന്ന് വന്നപ്പോ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ഒരുക്കി. ആഴ്ചകളും മാസങ്ങളും ക്വാറന്റൈൻ സെന്ററുകളിൽ താമസിച്ചിട്ടുണ്ട് പലരും. അവിടെ അവർക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യം മാത്രമല്ല, ഭക്ഷണം ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും സർക്കാർ സംവിധാനിച്ചു. 1 രൂപ പോലും ആർക്കും അതിന്റെ പേരിൽ ഗവൺമെന്റിന് കൊടുക്കേണ്ടി വന്നിട്ടില്ല. സൗജന്യ ചികിത്സ ഉറപ്പാക്കിയ ഗവൺമെന്റ് ഇനി ഇതാ സൗജന്യമായി പ്രതിരോധ മരുന്ന് എല്ലാ ഓരോരുത്തർക്കും ലഭ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സർക്കാർ, ഉച്ചവരെ മാത്രം പ്രവർത്തിച്ചിരുന്ന നമ്മളുടെ സർക്കാർ ആശുപത്രികളെ വൈകുന്നേരം വരെ പ്രവർത്തിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറ്റിയെടുത്ത ഗവൺമെന്റ്, നാട്ടിലെ മുഴുവൻ സർക്കാർ സ്കൂളുകളും സ്വപ്നതുല്യമായ അവസ്ഥയിലേക്ക് ഉയർത്തിയ ഗവൺമെന്റ്, പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളും തകർന്നടിഞ്ഞ ക്ലാസ് റൂമുകളും വൃത്തിഹീനമായ ചുറ്റുപാടുകളും കൊണ്ട് ആരും തിരിഞ്ഞു നോക്കാതിരുന്ന സർക്കാർ വിദ്യാലയങ്ങളെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിൽ നേതൃപരമായ പങ്ക് വഹിച്ച ഗവൺമെന്റ്, കുട്ടികളുടെ എണ്ണക്കുറവ് മൂലം പൂട്ടപ്പെട്ടിരുന്ന പൊതുവിദ്യാലയങ്ങളെ സംബന്ധിക്കുന്ന വാർത്തകളായിരുന്നു UDF ഭരിക്കുമ്പോൾ പുറത്തു വന്നിരുന്നത് എങ്കിൽ LDF ഭരിക്കുമ്പോൾ
6.25 ലക്ഷത്തിലധികം കുട്ടികൾ പുതിയതായി നമ്മളുടെ സർക്കാർ വിദ്യാലയത്തിൽ എത്തി എന്നുള്ള വാർത്തയാണ് നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചത്. എല്ലാ മേഖലയിലും പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടായി. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങൾ സഞ്ചരിച്ചു നോക്കൂ. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളോ തകർന്നടിഞ്ഞ പാതകളോ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? എവിടെ ചെന്നാലും റബ്ബറൈസ്ഡ് റോഡുകളാണ്. ഫ്ലൈ ഓവറുകൾ, മേൽപ്പാലങ്ങൾ, ബൈപ്പാസുകൾ, ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയിരുന്ന പദ്ധതികൾ മുഴുവൻ നമ്മളുടെ കൺമുന്നിൽ യാഥാർത്ഥ്യമായി വന്നു. ഗെയിൽ വാതക പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായി. മലപ്പുറം ജില്ലയിൽ നാഷണൽ ഹൈവേ വീതി കൂട്ടുന്നതിനുള്ള സർവേ പോലും നടന്നിരുന്നില്ല. സർവേ നടത്തിയെന്ന് മാത്രമല്ല, ഭൂമി ഏറ്റെടുക്കുന്ന പ്രക്രിയക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. നാഷണൽ ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറ്റിപ്പുറത്ത് പാലത്തിന്റെ അടുത്ത് വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ UDF-ന്റെ നേതാക്കന്മാരുടെ കൈകളിലേക്ക് അവർക്ക് നഷ്ടപ്പെടുന്ന ഭൂമിയുടെ തുക കോടികൾ വെച്ചുകൊടുത്തപ്പോ സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്ത് അത് ഏറ്റുവാങ്ങി വാടക കെട്ടിടത്തിൽ താമസിക്കുവാനുള്ള വാടകപ്പണവും വാങ്ങി സ്വന്തം വീടുകൾ ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറായ സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. എന്തുകൊണ്ടായിരുന്നു UDF ഭരിക്കുമ്പോൾ ഇതൊന്നും ചെയ്യാതിരുന്നത്? അവരെ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുമായിരുന്നില്ല. അതായിരുന്നു പ്രശ്നം. സഖാവ് പിണറായി വിജയൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ് എന്ന് കേരളത്തിലെ ഓരോ കുട്ടിക്കും അറിയാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു വാക്ക് പറഞ്ഞാൽ അത് നെഞ്ചേറ്റാൻ എല്ലാവരും തയ്യാറാകുന്നത്. എങ്ങും എവിടെയും വികസനത്തിന്റെ നിലാവെളിച്ചം എത്തിക്കുകയാണ് സർക്കാർ. അപ്പോഴും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കുറവും വരുത്തിയില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. അന്ന് 35 ലക്ഷത്തിൽ താഴെ ആളുകൾക്ക് മാത്രമായിരുന്നു ആ പെൻഷൻ കിട്ടിയിരുന്നത്. എങ്കിൽ 600 രൂപ പെൻഷൻ 1500-ഉം 1600-ഉം രൂപയാക്കി ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. എത്ര പേർക്കാണ് ആ പെൻഷൻ കിട്ടുന്നത് എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? 60,31,000 ആളുകൾക്കാണ് ഓരോ മാസവും 1600 രൂപ വെച്ച് നമ്മളുടെ സംസ്ഥാനത്ത് പെൻഷൻ കിട്ടുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ഒരു പെൻഷൻ പദ്ധതി ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? വർഷത്തിലൊരിക്കലല്ല, 60,31,000 ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നത് ഓരോ മാസത്തിലുമാണ്. ഓരോ മാസത്തിലും 1600 രൂപ വെച്ച് 60,31,000-ൽ പരം ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ 1000 കോടിയോളം രൂപ വരും. 1000 കോടി രൂപ ഓരോ മാസവും ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ, സാധാരണക്കാരന്റെ കീശയിൽ എത്തിക്കുന്ന സർക്കാരിനെതിരായി വോട്ട് രേഖപ്പെടുത്താൻ ആർക്ക് കഴിയും? ആർക്ക് സാധിക്കും? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ് ഇപ്പോഴും വിതരണം ചെയ്യപ്പെടുന്ന ഭക്ഷ്യക്കിറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ചില്ലി പൈസ പോലും കൊടുക്കരുത് എന്ന് പറഞ്ഞവരാണ് UDF-കാർ, BJP-കാർ. ആ UDF-കാരും BJP-കാരും അതേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം പ്രയോജനപ്പെടുത്തി സർക്കാർ ലഭ്യമാക്കുന്ന കിറ്റുകൾ വാങ്ങിവെക്കുന്നു. അവർക്ക് യാതൊരു മടിയോ വൈക്ലഭ്യമോ മനസാക്ഷിക്കുത്തോ ഇല്ല. ഈ ഗവൺമെന്റ് നാട്ടിലെ നാനാജാതി മതസ്ഥരെയും ഒന്നായി കാണുന്നു. ആരുടെ പ്രശ്നം? ഹിന്ദുവിന്റെ പ്രശ്നമാണോ? മുസ്ലിമിന്റെ പ്രശ്നമാണോ? ക്രിസ്ത്യാനിയുടെ പ്രശ്നമാണോ? ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവന്റെ പ്രശ്നമാണോ എന്നൊന്നും സർക്കാർ നോക്കുന്നില്ല. മനുഷ്യന്റെ പ്രശ്നങ്ങളായി എല്ലാവരുടെയും പ്രശ്നങ്ങളെ കാണാൻ ഗവൺമെന്റിന് കഴിയുന്നു.
പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി ഒരു വിഭാഗം ആളുകളെ വിദേശികളെന്ന് മുദ്രകുത്തി നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാനുള്ള നീക്കത്തിന് കേന്ദ്ര സർക്കാർ തുനിഞ്ഞിറങ്ങിയപ്പോ അതിനെതിരായി പ്രതിരോധത്തിന്റെ പർവം തീർത്ത് കേരളത്തിൽ ജനകീയ സദസ്സുകൾ ഒരുക്കി നാട്ടിലെ മുഴുവൻ ജനങ്ങളോടുമായി മുഖ്യമന്ത്രി പറഞ്ഞു, ഒരാളും ഭയപ്പെടേണ്ട, ഒരുത്തന്റെയും ഓശാരത്തിലോ ഔദാര്യത്തിലോ അല്ല ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്നത്. ഒരാളുടെയും വീട്ടിൽ അവരുടെ പൗരത്വത്തിന്റെ നാരായ പേരന്വേഷിച്ച് ഒരാളും വരില്ല എന്നുള്ള ഉറപ്പ് ഈ സർക്കാർ നൽകുന്നു. സത്യത്തിൽ ആ പ്രഖ്യാപനമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന ആശങ്കക്ക് അറുതി വരുത്തിയത്. ഇന്ത്യ മഹാരാജ്യത്ത് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് അവിടുത്തെ മുഖ്യമന്ത്രിമാരോ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? സഖാവ് പിണറായി വിജയൻ അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ഒന്നിനെയും കേരളത്തിലേക്ക് അടുപ്പിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നമ്മളുടെ രാഹുൽ ഗാന്ധി കടലിൽ ചാടിയല്ലോ. അദ്ദേഹം മത്സ്യത്തൊഴിലാളികളോടുള്ള പ്രേമം രേഖപ്പെടുത്തുവാനാണ് കടലിൽ ചാടിയത്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി രാജ്യവ്യാപകമായി പ്രക്ഷോഭങ്ങൾ കൊടുമ്പിരി കൊണ്ടപ്പോ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഒരു തോട്ടിലെങ്കിലും ചാടി ഐക്യപ്പെടാൻ എന്തേ ഈ രാഹുൽ ഗാന്ധിക്ക് കഴിയാതെ പോയത്? സോണിയാഗാന്ധി പ്രതികരിച്ചോ? കോൺഗ്രസ് പ്രതികരിച്ചോ? കോൺഗ്രസിന് വോട്ട് ചെയ്തില്ലെങ്കിൽ BJP ആകും ഞങ്ങൾ എന്നാണ് അവരിപ്പോ പറയുന്നത്. കോൺഗ്രസിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലും അവർ BJP ആകും. പുതുച്ചേരിയിൽ BJPക്ക് കഷായത്തിൽ ചേർക്കാനുള്ള ഒരു കഴഞ്ചുപോലും ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നില്ലല്ലോ. കോൺഗ്രസിന്റെ ലേബലിൽ ജയിച്ച MLA-മാരാണ് BJP വിലക്കെടുത്ത് അവരുടെ പാർട്ടിയിലേക്ക് കൊണ്ടുപോയത്. കോൺഗ്രസിന്റെ സർക്കാർ തകർന്നില്ലേ? കോൺഗ്രസുകാർക്ക് വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർ നാളെ BJP-യാണ്. RSSനോടും BJP-യോടും സന്ധിയില്ലാത്ത സമരം ചെയ്ത് അതിശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ നമ്മളുടെ രാജ്യത്തെ ഇടതുപക്ഷ കക്ഷികളാണ്. ആ ഇടതുപക്ഷം ദുർബലമായാൽ അമിത്ഷായുടെ മുഖത്ത് നോക്കി ചെങ്കൂറ്റത്തോടുകൂടി പറയാൻ ഈ നാട്ടിൽ ആളുണ്ടാകുമോ? അമിത്ഷാ തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിമർശന ശരങ്ങൾക്ക് വിധേയനായത് കേരളത്തിൽ വന്ന് അദ്ദേഹം പ്രസംഗിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഡൽഹിയിലെത്തുന്നതിന് മുൻപാണ്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അമിത്ഷാക്ക് എണ്ണി എണ്ണി മറുപടി നൽകി. ആ മറുപടി പ്രസംഗത്തിന്റെ 1000 അംശം മുറ്റി നിൽക്കുന്ന ആർജവത്തോടെ ഒരു മറുപടി കോൺഗ്രസിന് ഇക്കാലം എത്രയായി അമിത്ഷാക്കോ നരേന്ദ്രമോദിക്കോ BJP-ക്കോ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഇടതുപക്ഷവും ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയും കോൺഗ്രസും കോൺഗ്രസിന്റെ നേതാക്കളും വ്യതിരക്തരാകുന്നത്. ഇടതുപക്ഷം മതനിരപേക്ഷതയെ നെഞ്ചേറ്റി വർഗീയതയ്ക്കെതിരായി കുരിശുയുദ്ധം പ്രഖ്യാപിച്ചു മുന്നോട്ട് പോകുന്നു. RSSന്റെ നേർക്ക് കോൺഗ്രസിന്റെ കൈ എന്നെങ്കിലും ഉയർന്നിട്ടുണ്ടോ? RSSനെ BJP-യെ ഒരു ബദൽ സംവിധാനം എന്നുള്ള നിലയിലാണ് കോൺഗ്രസുകാർ ഇപ്പോഴും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കും കണ്ണു ചിമ്മി തുറക്കുന്ന സമയത്തിനുള്ളിൽ BJP-യിലെത്താൻ സാധിക്കുന്നത്? നമ്മളുടെ നാട്ടിൽ ഇടതുപക്ഷ കക്ഷികളുടെ ശക്തി ക്ഷയിക്കുന്നത് നാടിന്റെ മതേതരത്വം തകരുന്നതിന് ഇടവരുത്തും. അതുകൊണ്ട് ഈ സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടാകണം. കോൺഗ്രസ് രാജ്യത്താകമാനം ദുർബലമാവുകയാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും ഞെക്കി ഞെരുക്കി ഒരു തുള്ളി വെള്ളം പോലും കേരളത്തിന് നൽകാതെ
BJP-യിലെ കാളക്കൂട്ടാനാണ് നോക്കുന്നത്. പിടിച്ചു നിൽക്കുകയാണ്, പൊരുതി നിൽക്കുകയാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ. ഒരു ചില്ലി പൈസയും നിങ്ങൾക്ക് തരില്ല. മലയാളിയോട് പറയാതെ പറയുകയാണ് BJP. എന്ന് നിങ്ങൾ BJP-ക്ക് വോട്ട് ചെയ്യുന്നു, എന്ന് നിങ്ങൾ BJP-യുടെ പതാക ഉയർത്തിപ്പിടിക്കുന്നു, അന്നേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. അങ്ങനെ BJP പറയാതെ പറയുമ്പോൾ ചങ്കുറപ്പോടെ നെഞ്ചു വിരിച്ചു നിന്ന് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മലയാളി പറയുകയാണ്, അവസാനത്തെ പുരോഗമന ചിന്താഗതിക്കാരനായ മനുഷ്യനും ഇടതുപക്ഷ ബോധമുള്ളവനും ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരിച്ചു വീഴുന്നത് വരെ BJP-യെ ഞങ്ങൾ അടുപ്പിക്കില്ല, RSS-ന് ഞങ്ങൾ ചൂട്ടുപിടിക്കില്ല. അങ്ങനെ പറയാൻ ഒരു നേതാവ് വേണ്ടേ നമ്മളുടെ നാട്ടിൽ, നമ്മളുടെ രാജ്യത്ത്? അങ്ങനെ പ്രഖ്യാപിക്കുവാനും അതനുസരിച്ച് മുന്നോട്ടു പോകാനും കെൽപ്പുള്ള ഒരു സർക്കാർ വേണ്ടേ കേരളത്തിൽ? ആ സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടാകണം കൂട്ടരെ. ഭരണ തുടർച്ചയുണ്ടായില്ലെങ്കിൽ നഷ്ടം നമ്മളുടെ നാടിനും നമ്മളുടെ സമൂഹത്തിനുമാണ് എന്ന് മനസ്സിലാക്കുക. ഓരോ മതക്കാർക്കും പ്രത്യേകം പ്രത്യേകം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായാൽ ഓരോ മതവിഭാഗത്തിന്റെയും പ്രശ്നങ്ങൾ പ്രത്യേകം പ്രത്യേകം ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയാൽ ഈ നാട്ടിൽ മനുഷ്യന്റെ പ്രശ്നങ്ങളും മനുഷ്യരുടെ ബുദ്ധിമുട്ടുകളും ആര് നോക്കും? അവന്റെ പ്രയാസങ്ങൾക്ക് ആര് പരിഹാരം കാണും? എല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും ഒരു കണ്ണുകൊണ്ട് കാണാൻ കെൽപ്പുള്ള ഒരു സർക്കാരിന് മാത്രമേ ഈ നാടിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി സാധിക്കൂ. ആ സർക്കാരിനെയാണ് സഖാവ് പിണറായി വിജയൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടാകുന്നതിന് തവനൂരിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥി ജയിച്ചു വരണം. ഈ നിയോജക മണ്ഡലം ഉണ്ടായതിനു ശേഷം നടക്കുന്ന മൂന്നാമത്തെ തെരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ 6000-ലധികം വോട്ടുകൾക്കാണ് ഇടതുപക്ഷത്തെ ഈ നാട്ടിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചതെങ്കിൽ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ 17,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് തവനൂർ ഇടതുപക്ഷത്തെ വരിച്ചത്. വരാൻ പോകുന്ന മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ വർദ്ധിതമായിട്ടുള്ള ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് നൽകി ഇടതുപക്ഷത്തെ വിജയിപ്പിച്ച് അമിത്ഷാക്കും നരേന്ദ്രമോദിക്കുമെതിരായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായ പ്രതിരോധത്തിന്റെ പർവം തീർക്കാൻ സഖാവ് പിണറായി വിജയന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും ഭരണസാരഥ്യത്തിലേറ്റാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.